അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമള്ളി, ഇതിനകത്ത് ഇന്നും മുഖ്യമന്ത്രി ഗൂഢാലോചന വാദമാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ഈ ശരിയായ സംഗതികളിൽ നിന്നുള്ള ഒരു ശ്രദ്ധ തിരിക്കലായി, അതല്ലെങ്കിൽ സംഭവിച്ചുപോയ മേൽനോട്ടക്കുറവ്, സംഭവിച്ചുപോയ വീഴ്ച അത് മറച്ചു വയ്ക്കുന്നതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ലക്ഷ്മിയും അങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ട. സംഭവിച്ചു പോയ നോട്ടക്കുറവല്ല, ഇത് ഗൂഢാലോചനയുണ്ട്, ബോധപൂർവമായ ശ്രമം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ആ ഗൂഢാലോചന നടത്തിയതും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇന്ന് ഗൂഢാലോചന നടന്നേ എന്ന് വിളിച്ചു പറയുന്നവരാണ് എന്ന് മാത്രമാണ് അതിന്റെ വസ്തുത. ശ്രീ സുരേഷ് കുമാറിന്റെ 3 ഉത്തരങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ആരോ കോടതിയിൽ പോയി പറഞ്ഞു എന്നാണ് ആദ്യം പറഞ്ഞത്. ആരോ കോടതിയിൽ പോയി പറഞ്ഞു, അയ്യോ 2019 വരെ തൊട്ടുള്ളത് അന്വേഷിച്ചാൽ മതിയേ എന്ന്. പിന്നീട് ലക്ഷ്മി എന്ന് ചോദിച്ചപ്പോൾ തിരുത്തി, അല്ല, കഴിഞ്ഞ ദിവസം ഇന്നലെ ഇരുന്ന ചർച്ചയിൽ പറഞ്ഞു. ഇന്നലത്തെ പ്രൈം ടൈം ഡിബേറ്റിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇരുന്നത്, ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ ഏതെങ്കിലും ചർച്ചയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. എന്നാൽ കോടതിയിൽ, ഞാൻ അന്നേ ദിവസം ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന അഭിഭാഷകനാണ്, സുരേഷ് കുമാർ അഭിഭാഷകനാണല്ലോ. അന്നേ ദിവസം കോടതിയിൽ 2019 മുതലുള്ളത് അന്വേഷിച്ചാൽ പോരാ എന്നുള്ളൊരു നിലപാടെടുത്തു. ആര്? ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് പറഞ്ഞു 70 തൊട്ടുള്ള അന്വേഷണം ഉണ്ടാവണം, 90 തൊട്ടുള്ള അന്വേഷണം ഉണ്ടാവണം എന്ന് വിവിധ ഘട്ടങ്ങളിലായി ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ പറഞ്ഞു. അപ്പൊ കേരള ഹൈക്കോടതി പറഞ്ഞു അത് വേണ്ട. ഇപ്പൊ സ്വർണ്ണ ഈ കേസിലാണല്ലോ നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള തത്വം, ആ ചാടിക്കളി ഇവിടെ വേണ്ട. ഇപ്പോൾ 2019 മുതലുള്ളത് അന്വേഷിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ ഏത് കാലം തൊട്ട് അന്വേഷിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ ഏത് കാലം തൊട്ട് അന്വേഷിക്കണമെന്നോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതിന് മുകളിൽ ഒരു തിരുത്തു പറഞ്ഞത് ദേവസ്വം ബോർഡാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മുഖേന സർക്കാരാണ്. 2, അദ്ദേഹം പറഞ്ഞല്ലോ ദേവസ്വം ബോർഡിന്റെ മേൽ സർക്കാരിന് വലിയ നിയന്ത്രണമില്ല. അങ്ങനെ നിയന്ത്രണമില്ലെങ്കിൽ പ്രിയപ്പെട്ട സുരേഷ് കുമാർ, അത് നിങ്ങളുടെ സർക്കാരിന്റെ പരാജയമാണ്. നിങ്ങളുടെ സർക്കാരിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സർക്കാർ നിയോഗിക്കുന്ന ആളിലൂടെ അവിടുത്തെ ഭരണം നടത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് വേറെ പണി നോക്കുന്നതായിരിക്കും നല്ലത് എന്നത് പ്രധാനപ്പെട്ട കാര്യം.